ഹായ് സ്റ്റുഡൻസ്, സോ ദിസ് ഇസ് മ്യൂട്ടേഷൻ പാർട്ട് 5 വീഡിയോ. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രോമസോമൽ സ്ട്രക്ചറൽ മ്യൂട്ടേഷനിലെ ഇൻവേർഷനെ പറ്റിയാണ്. അപ്പോൾ എന്താണ് ഇൻവേർഷൻ? ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ക്രോമസോമിൽ, അതായത് സെഗ്മെൻറ്റ് ഓഫ് എ ക്രോമസോം ഗെറ്റ്സ് ഡിറ്റാച്ച്ഡ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഗെറ്റ്സ് റീഇൻസേർട്ടഡ് ബട്ട് ഇൻ എ റിവേഴ്സ് ഓർഡർ. സെഗ്മെൻറ്റ് ഡിറ്റാച്ച്ഡ് ആയി റീഇൻസേർട്ട് ചെയ്താൽ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ റീഇൻസേർട്ട് ചെയ്തത് എങ്ങനെയാണ്? നേരെ റിവേഴ്സ് ചെയ്ത്. എങ്ങനെയാണ് റിവേഴ്സ്ഡ് ആയത്? വേറൊന്നും സംഭവിച്ചില്ല, ഒരു 180 ഡിഗ്രി ആംഗിളിൽ ഇവരങ്ങ് റൊട്ടേറ്റ് ചെയ്തു. 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് റീഇൻസേർട്ട് ആയത്. അങ്ങനെ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് റീഇൻസേർട്ട് ആകുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണ്? പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ ദ സീക്വൻസ് ഓഫ് ജീൻസ് മാറുകയാണ്. ദ സീക്വൻസ് ഓഫ് ജീൻസ് ഇസ് ഗെറ്റിംഗ് റീഅറേഞ്ച്ഡ്. ഇവിടെ എ സ്മോൾ ബി, ക്യാപിറ്റൽ സി സ്മോൾ ഡി, ഇ സ്മോൾ എഫ്, ജി സ്മോൾ എച്ച് എന്ന് പറയുന്ന സീക്വൻസിന് പകരം ആഫ്റ്റർ ഇൻവേർഷൻ യു ക്യാൻ സീ ഇറ്റ് ഇസ് എ ബി എഫ് ഇ ഡി സി ജി എച്ച്. ദ സീക്വൻസ് ഹാസ് ചേഞ്ച്ഡ്. അപ്പോൾ ജീൻ്റെ സീക്വൻസ് ഇങ്ങനെ മാറിയാൽ എന്തെങ്കിലും എഫക്ട്സ് ഉണ്ടാവുമോ? ചില സമയത്ത് ചെറിയ സെഗ്മെൻറ്റ് ആണെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന എഫക്റ്റ് ഫീനോടൈപ്പിക്കലി ഈ ഒരു ഇൻഡിവിജ്വലിന് അൺഎഫക്റ്റഡ് ആയിട്ട് പോകും. വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ചില സമയത്ത് യു നോ ദാറ്റ് പൊസിഷൻ എഫക്റ്റ് എന്നുള്ളൊരു എഫക്റ്റ് ഉണ്ട്. അതായത് ദ ജീൻസിൻ്റെ ഫീനോടൈപ്പിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിറ്റർമൈൻഡ് ബൈ ദി നെയ്ബറിങ് ജീൻസ് ആസ് വെൽ. നെയ്ബറിങ് ജീൻസിൻ്റെ എഫക്റ്റും ഇതിൻ്റെ ഫീനോടൈപ്പിനെ ബാധിക്കുന്നതോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ എഫക്ട്സ് ഉണ്ടാകാം. ബട്ട് ഇത് ചിലപ്പോൾ അൺനോട്ടീസ്ഡ് ആയിട്ട് പോകാം. പക്ഷേ ഇതിൻ്റെ മെയിനായിട്ടൊരു ഇഷ്യൂ വരുന്നത് ഇഫ് ദിസ് മ്യൂട്ടേഷൻ ഇസ് പ്രസൻറ്റ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ മ്യൂട്ടേഷൻ ഇവർ ജേം സെല്ലിൽ ഉണ്ടെങ്കിൽ ഈ ജേം സെല്ലിൽ നിന്നും പിന്നെ മിയോസിസ് നടക്കുമ്പോൾ ഇറ്റ് ക്യാൻ കോസ് എ ഗ്രേറ്റ് പ്രോബ്ലം. ഓക്കെ, അപ്പോൾ അതെന്താന്ന് നമ്മൾ പിന്നെ ഡീൽ ചെയ്യും. ഇവിടെ നമ്മൾ പറയുന്ന വാട്ട് ഇൻവേർഷൻ ഇസ് എന്ന് പറഞ്ഞു. ഒരു സെഗ്മെൻറ്റ് ഡിറ്റാച്ച്ഡ് ആയി ആൻഡ് ഗോട്ട് റീഇൻസേർട്ടഡ് ബട്ട് ഇൻ എ റിവേഴ്സ് ഓർഡർ. എങ്ങനെ റിവേഴ്സൽ സംഭവിച്ചത്? ഓർഡർ എങ്ങനെ റിവേഴ്സ്ഡ് ആയത് ജീൻസിൻ്റെ? ബിക്കോസ് the segment was reinserted after a rotation of 180 degrees. Ini, there are two types of mutation, inversion. Now, what are the two types of inversion? If the inverted segment does not carry the centromere, അല്ലെങ്കിൽ the centromere is not involved in that segment, അങ്ങനെയാണെങ്കിൽ that type of inversion is known as paracentric inversion, whereby if the inverted segment is included of the centromere inverted segment that ഉണ്ടെങ്കിൽ it is known as pericentric inversion. Okay, so paracentric means inverted segmentൽ centromere ഇല്ല, pericentric means inverted segmentൽ centromere ഉണ്ട്. ഇനി ഐ എം ജസ്റ്റ് ഗോയിങ് ടു എക്സ്പ്ലെയിൻ ചെറിയൊരു കാര്യം ക്രോസിംഗ് ഓവറിനെ കുറിച്ച് പറയുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ ക്രോസിംഗ് ഓവർ. Now what is crossing over? Crossing over is nothing but sharing അല്ലെങ്കിൽ interchange of segments between homologous chromosomes. സെയിം ക്രോമസോംസ് തമ്മിൽ, ഹോമോലോഗസ് ക്രോമസോം തമ്മിൽ മിയോസിസിൻ്റെ ഇടയിലുള്ള ഒരു ഇൻ്റർചേഞ്ച് ഓഫ് സെഗ്മെൻറ്റ്സിനാണ് നമ്മൾ ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. അങ്ങനെ ക്രോസിംഗ് ഓവർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരു പുതിയ കോമ്പിനേഷൻ, അല്ലേ? ഇതിന് മുന്നേ കാണാത്ത പേരൻസില്ലാത്ത ഒരു പുതിയ കോമ്പിനേഷൻ ഓഫ് ജീൻസ് നമുക്ക് അവിടെ കിട്ടുകയാണ്. ഇതാണ് നമുക്ക് ജനറ്റിക് വേരിയബിലിറ്റി ഒക്കെ നമുക്ക് ഉണ്ടാക്കി തരുന്നത്. ഇനി ക്രോസിംഗ് ഓവർ തന്നെ പല ടൈപ്പ് ഉണ്ട്. സിംഗിൾ ക്രോസ് ഓവർ ഉണ്ട്, ഒരൊറ്റ പോയിന്റ് മാത്രം ക്രോസിംഗ് ഓവർ നടക്കുന്നു. അതല്ല ഈ 2 സ്ട്രാൻഡിൽ തന്നെ 2 സ്ട്രാൻഡിൽ തന്നെ 2 ക്രോസിംഗ് ഓവർ നടക്കാം. അല്ല ക്രോസിംഗ് ഓവർ ക്യാൻ ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ 3 സ്ട്രാൻഡ്സ്, ക്രോസിംഗ് ഓവർ ക്യാൻ ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ 4 സ്ട്രാൻഡ്സ്, അങ്ങനെയൊക്കെ ഉണ്ട്. എനിവേസ് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നോക്കാം. അപ്പോൾ ഇങ്ങനെ ക്രോസിംഗ് ഓവറിനെ കുറിച്ച് ഓർക്കാം. എന്തുകൊണ്ട് ഞാൻ ഈ ക്രോസിംഗ് ഓവർ പറയണം? ക്രോസിംഗ് ഓവറിൻ്റെ എഫക്റ്റ് നമുക്ക് പറയാൻ ഉള്ളത് ഇവിടെ പെരിസെൻട്രിക് ഇൻവേർഷനിലും പാരാസെൻട്രിക് ഇൻവേർഷനിലും അതിന് കുറച്ച് എഫക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ വരും. എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻവേർഷനുള്ള ഇൻഡിവിജ്വൽസ് കുഴപ്പമൊന്നുമില്ല. ഇൻവേർഷൻ ജനറ്റിക് ആയിട്ട് ഫാമിലി റൺ ചെയ്ത് പോകാറുണ്ട്. ആൾക്കാർക്ക് ഫീനോടൈപ്പിക്കലി വലിയ പ്രോബ്ലം ഉണ്ടാവില്ല. ചില കേസിൽ വലിയ പ്രശ്നമുള്ള ഇൻഡിവിജ്വൽസ് ഉണ്ടാവാറുണ്ട്. എന്നാലും മിക്കവാറും കേസിൽ ഫീനോടൈപ്പിക്കലി വലിയ പ്രശ്നം ഉണ്ടാവില്ല. ചെറിയ സെഗ്മെൻറ്റൊക്കെയാണ് ഇൻവേർട്ടഡ് ആവുന്നെങ്കിൽ. ബട്ട് ഇവർക്ക് ഇങ്ങനെ ഇൻവേർഷനുള്ള ആൾക്കാർ ദേ ഷുഡ് സീ എ ജനറ്റിക് കൗൺസിലർ ബിഫോർ പ്ലാനിങ് ഫോർ എ ചൈൽഡ്. വൈ? ബിക്കോസ് ഇൻവേർഷനുള്ള ആൾക്കാരിൽ മിയോസിസ് നടക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഗാമേറ്റ് ഫോർമേഷനിൽ ഇഷ്യൂസ് ഉണ്ടാകാം. എന്താണ് ഇഷ്യൂസ്? അതാണ് ഇവിടെ നോക്കുന്നത്. അപ്പം നമ്മൾ ഈ ക്രോമസോം നോക്കുവാണെങ്കിൽ ഇവർക്ക് തന്നെ, അതായത് ഇൻവേർഷൻ ഉള്ള ഒരാളാണെന്ന് വിചാരിക്കുക. ആ ആൾക്ക് എന്ത് ഇൻവേർഷനാണുള്ള? പെരിസെൻട്രിക് ഇൻവേർഷനാണ്. ദാറ്റ് മീൻസ് ഇൻവേർട്ടഡ് സീക്വൻസ് കണ്ടെയ്ൻസ് ദി
സെൻട്രോമിയർ. അപ്പോൾ ഇവിടെ നോക്കാം, ഇതാണ് നോർമൽ ക്രോമസോം, ഇതാണ് ഇൻവേർട്ടഡ് ക്രോമസോം. ഇവിടെ സീക്വൻസ് ADC എന്നാണ്. അപ്പോൾ ഈ BCD ഈ ഇത്രയും സെഗ്മെൻറ്റിലാണ് എന്ത് നടന്നേക്കുന്നത്, ഇൻവേർഷൻ നടക്കുന്നത്. BCDക്ക് പകരം ഇവിടെ DCB എന്നായി. അപ്പോൾ ഇവർ മിയോസിസിൻ്റെ സമയത്ത് ഈ ഹോമോലോഗസ് ക്രോമസോംസ് റെപ്ലിക്കേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ടെട്രാഡ് ഉണ്ടാകുന്നു. ടെട്രാഡ് ഉണ്ടായ ശേഷം സിനാപ്റ്റിക് പെയറിൻ്റെ സമയത്ത് നമുക്കറിയാം ജീൻ ടു ജീൻ ആയിട്ടാണ് എന്ത് നടക്കുന്നത്, എപ്പോഴും സിനാപ്റ്റിക് പെയറിങ് നടക്കുന്നത്. അങ്ങനെ ജീൻ ടു ജീൻ പെയറിങ് നടക്കണമെങ്കിൽ, പോയിന്റ് ടു പോയിന്റ് പെയറിങ് ബിറ്റ്വീൻ ഹോമോലോഗസ് ക്രോമസോം നടക്കണമെങ്കിൽ ഇവിടെ നമുക്കൊരു കാണാം, ഒരു ലൂപ്പ് ഫോം ചെയ്യണം. ലൂപ്പ് ഫോം ചെയ്താൽ മാത്രമേ ഏത് ക്രോമസോമിൽ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ക്രോമസോമിൽ ഒരു ലൂപ്പ് ഫോം ചെയ്യുമ്പോൾ മാത്രമാണ് ഈ പറയുന്ന ഹോമോലോഗസ് ക്രോമസോംസ് തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും, അലൈൻ ചെയ്ത് സിനാപ്സിസിൽ അല്ലെങ്കിൽ സിനാപ്റ്റിക് സ്റ്റേജിൽ നടക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു സ്റ്റേജിൽ സപ്പോസ് ഒരു ക്രോസിംഗ് ഓവർ നടക്കാമെന്ന് വിചാരിക്കാം. ഇവർ രണ്ടാണല്ലോ അടുത്ത് ഇപ്പോൾ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഈ രണ്ട് പേര് തമ്മിൽ നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യാണ്, ഇവർ തമ്മിൽ ക്രോസിംഗ് ഓവർ നടക്കാമെന്ന് വെച്ചു. ഇവരെന്ന് പറയുമ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കി, ദിസ് ഇസ് എ സെക്കൻഡ് ക്രോമസോം ആൻഡ് ദിസ് ഇസ് ദി, യു ക്യാൻ സീ ദാറ്റ് ദിസ് ഇസ് ദി ഫോർത്ത് ക്രോമസോം, അല്ല ഫോർത്ത് ക്രൊമാറ്റിഡ്, സെക്കൻഡ് ക്രൊമാറ്റിഡ് ഓഫ് ദിസ് പെയർ ആൻഡ് ഫോർത്ത് ക്രൊമാറ്റിഡ് അല്ലെങ്കിൽ 4 നമ്പർ ക്രൊമാറ്റിഡ് ഓഫ് ദിസ് പെയർ തമ്മിലാണ് ക്രോസിംഗ് ഓവർ നടക്കുന്നതെന്ന് വിചാരിക്കാം. ആൻഡ് വി ആർ ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് എ ഡബിൾ സ്ട്രാൻഡ് സിംഗിൾ ക്രോസ് ഓവർ. വി ആർ ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് എ സിംഗിൾ ക്രോസ് ഓവർ. ഒരു പോയിന്റിൽ മാത്രം ക്രോസ് ഓവർ നടക്കുന്ന കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും? ഈ ഒരു ക്രൊമാറ്റിഡിൽ ക്രോസിംഗ് ഓവർ ഒന്നും നടന്നില്ല. സോ അത് അങ്ങനെ തന്നെ എന്താവും, നോർമലായിട്ട് അങ്ങനെ തന്നെ ആ ഒരു ക്രോമസോമുള്ള കുറേ ഗ്യാമീറ്റ്സ് ഉണ്ടാവും. ഇനി നോക്കി രണ്ടാമത്തേതിൽ, അതായത് രണ്ടാമത്തെയും മൂന്നാമത്തെയും തമ്മിൽ അവിടെ ഒരു ക്രോസിംഗ് ഓവർ നടന്നല്ലോ. അപ്പോൾ ക്രോസ് ഓവർ പ്രോഡക്റ്റ് എന്തായിരിക്കും, ഇങ്ങനെ ഇവിടം വരെ പോയി എന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് എന്താണ് ഒരു ക്രോസിംഗ് ഓവർ നടന്നു. സോ ഇങ്ങനെയാണ് വന്നത്. സോ അവിടെ എന്തൊക്കെയാണ് ജീൻസ് ഉണ്ടാവുക, അതിൻ്റെ സീക്വൻസ് നമുക്കൊന്ന് എഴുതാം. എങ്ങനെയാണ് വരിക? ദർ ഇസ് A, ദർ ഇസ് B, പിന്നെന്താണ് ദർ ഇസ് A, B, C വന്നു, C, then you can see the centromere, then there is D, then there is A, B, C, D, A. കുറച്ച് പ്രശ്നമുണ്ടല്ലോ. എന്തൊക്കെയാണ് പ്രശ്നം? കുറച്ച് ആൾക്കാരെ കാണാനില്ലല്ലോ. ആരൊക്കെ ഇല്ല? അത് യു ക്യാൻ സീ ദാറ്റ് ഇവർക്ക് EFG എന്ന് പറയുന്ന സെഗ്മെൻറ്റ് ഇവിടെ ഉണ്ടോ? ഇല്ല. EFG എന്ന് പറയുന്ന ജീൻസേ ഇവിടെ ഇല്ല. അതായത് ഡിലീഷൻ ഓഫ് EFGH, എച്ചും ഇല്ല, ഡിലീഷൻ ഓഫ് EFGH. മാത്രമല്ല A എന്ന് പറയുന്ന സെഗ്മെൻറ്റ് എന്താണ്, A എന്ന് പറയുന്ന ജീൻ ഡ്യൂപ്ലിക്കേഷൻ നടന്നു. അതായത് ഈ ഒരു ക്രോമസോം ക്യാരി ചെയ്യുന്ന ഗ്യാമീറ്റ്സിന് എന്തൊക്കെ പ്രശ്നമുണ്ട്? 4 ജീൻസിൻ്റെ ഡിലീഷനും 1 ജീൻ്റെ ഡ്യൂപ്ലിക്കേഷനും. ഓക്കെ, അപ്പോൾ അങ്ങനെ അതെന്താണ്, ഒരു ഇൻവയബിൾ ഗ്യാമീറ്റ് ആയിരിക്കും. ഈ ഒരു ക്രോമസോം ഉള്ള ഗ്യാമീറ്റ് ഇൻവയബിൾ ആയിരിക്കും. അടുത്ത നോക്കി, ക്രോസ് ഓവർ പ്രോഡക്റ്റിൽ ഇത് ഒറ്റ പ്രോഡക്റ്റിലേ ആവുള്ളൂ. ഇനി വേറൊരു പ്രോഡക്റ്റ് കൂടെ ഉണ്ടല്ലോ. അവിടെ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അതെന്ന് പറയുമ്പോൾ എന്താണ്, ഇനി ഇതൊരു ക്രോസ് ഓവർ പ്രോഡക്റ്റ്. അടുത്ത ക്രോസ് ഓവർ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഇസ് H. കാരണം ഇവിടെ ഇത് ഇത്രയും പോയല്ലോ. ഒരു മിനിറ്റ് ഞാൻ വരയ്ക്കട്ടെ. വരച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് എളുപ്പമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. മൈ അസംഷൻ. ഓക്കെ, ഇനി അടുത്ത ഇതാണ് അടുത്ത ക്രോസ് ഓവർ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വരുള്ളൂ അല്ലേ. ഈ ക്രോമസോമിൻ്റെ ഈ ബാക്കിയും ഈ ക്രോമസോമിൻ്റെ ഈ ബാക്കി. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം എന്തൊക്കെയാണ് ഉള്ളത്. അവിടെ ഉള്ളത് ദർ ഇസ് H ഉണ്ട്, പിന്നെ ദർ ഇസ് G, ദർ ഇസ് F, ദർ ഇസ് E, ദർ ഇസ് D. തിരിച്ചെഴുതിയേക്കുന്നത്. ഓക്കെ, 2' എന്നാണ് എഴുതിയേക്കുന്നത്. സോറി, ഇപ്പോൾ തിരിഞ്ഞു പോയി കേട്ടോ. സോറി, 2' എന്നാണ് എഴുതിയേക്കുന്നത്. സോ ദർ ഇസ് H, ദർ ഇസ് G, ദർ ഇസ് F, ദർ ഇസ് E, ദർ ഇസ് D, ദർ ഇസ് C. ഇത്രയും ഓഫ് ദിസ് സെഗ്മെൻറ്റ്. അടുത്തത് തന്നെ പിന്നെ എന്താ ഉള്ളത്? പിന്നെ നമുക്കത് B ഉണ്ട്, E ഉണ്ട്, F ഉണ്ട്, G ഉണ്ട്, H ഉണ്ട്. ഇവിടെ എന്താ പറ്റിയേക്കണത്? ഇവർക്ക് A ഇല്ല, A എന്ന് പറയുന്ന ജീൻ ഇല്ല. സോ A ഈസ് ഡിലീറ്റഡ്. ആൻഡ് വേറൊരു പ്രോബ്ലം ഉണ്ട്, EFGH ഇസ് ഡ്യൂപ്ലിക്കേറ്റഡ് ആണല്ലോ. അപ്പോൾ ഇതും എന്താണ്, ഇൻവയബിൾ ആണ്.
അപ്പോൾ ഇതും ഇൻവേബിളാണ്, ഇതും ഇൻവേബിളാണ്. പക്ഷേ ദ തേർഡ് ക്രൊമാറ്റിഡ്, നൗ ദ തേർഡ് ക്രൊമാറ്റിഡ് വിച്ച് ഇസ് ഹിയർ, ദിസ് തേർഡ് ക്രൊമാറ്റിഡ് ഇസ് ഓക്കെ. തേർഡ് ക്രൊമാറ്റിഡിന് ക്രോസിങ് ഓവർ എന്ന് നടന്നിട്ട് ദാറ്റ് ക്രൊമാറ്റിഡ് ഇസ് ഓക്കെ. സോ അതൊരു വയബിൾ കാൻഡിഡേറ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും 50% ഗ്യാമേറ്റ്സ്, ഇങ്ങനെ ഉണ്ടാകുന്ന 50% ഗ്യാമേറ്റ്സിന് എന്തിനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ക്രോസിങ് ഓവർ നടന്നു കഴിയുമ്പോൾ 2 വയബിളും 2 വയബിൾ അല്ലാതെയാണ് ഉണ്ടാകുന്നത്. സോ ദാറ്റ് ഈസ് വൺ പ്രോബ്ലം. അപ്പോൾ അതാണ് പെരിസെൻട്രിക് ഇൻവേർഷൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം പാരാസെൻട്രിക് ഇൻവേർഷൻ എന്താ സംഭവിക്കുന്നത്. പാരാസെൻട്രിക് ഇൻവേർഷനിലും ഇങ്ങനത്തെ പ്രോബ്ലം ഉണ്ട്. സിമിലർലി ഇൻ പാരാസെൻട്രിക് ഇൻവേർഷൻ ഓൾസോ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഇതുപോലെ നോക്കി നമുക്കിവിടെ പടം മാത്രം നോക്കി പോവാം. ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ക്രോമസോംസ് അല്ലെങ്കിൽ ക്രൊമാറ്റിഡ്സ് വിത്തൗട്ട് സെൻട്രോം, എന്താണ് എസെൻട്രിക് ഫ്രാഗ്മെൻറ്റ്, അല്ലെങ്കിൽ ഡിലീഷനും ഡ്യൂപ്ലിക്കേഷനും ഉണ്ടാവുമെന്ന് മാത്രമല്ല അതിൻ്റെ കൂടെ ഒരു ക്രോമസോം അല്ലെങ്കിൽ ഒരു ക്രൊമാറ്റിഡ് വിത്തൗട്ട് സെൻട്രോമർ വരെ ഉണ്ടാകും ഈ ഒരു രീതിയിൽ നോക്കുവാണെങ്കിൽ. അത് ജസ്റ്റ് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയാണെന്ന്. ഇവിടെ നോക്കിക്കോളൂ. സോ ഇതാണ് ആദ്യം കാണുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ 2 ക്രോമസോം നോക്കുക. The blue color chromosome is a normal chromosome, but in the case of the orange color chromatid, the sequence is changed. അതായത് ഇവിടെ സീക്വൻസ് മാറിയിരിക്കുന്നത് ഇത്രയും സീക്വൻസ് ആണ് DCB. ഈ സീക്വൻസ് തന്നെയാണ് ഇവിടെ മാറിയിരിക്കുന്നത്. ബട്ട് ഇതൊരു പാരാസെൻട്രിക് ഇൻവേർഷൻ ആണ്, അതായത് സെൻട്രോം ഈസ് നോട്ട് ഇൻവോൾവ്. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് നോക്കാം ഇഫ് എന്താണ് അവിടെ ക്രോസിംഗ് ഓവർ നടന്നാൽ എന്താ സംഭവിക്കും. നമ്മൾ ഇവിടെയും സിംഗിൾ ക്രോസിംഗ് ഓവറിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. സോ ദിസ് ക്രൊമാറ്റിഡ് 1 വിൽ ബി നോർമൽ ബിക്കോസ് അതിനകത്ത് വലിയ പ്രോബ്ലം ഒന്നുമില്ല. സോ ഒരു നോർമൽ പ്രോഡക്റ്റ് കിട്ടി. ഇനി എവിടെയാണ് 2ഉം 4ഉം തമ്മിലാണ് ഇവിടെയും എന്ത് നടന്നിരിക്കുന്നത്, ക്രോസ് ഓവർ നടക്കുന്നത്. ആൻഡ് ബിറ്റ്വീൻ ഏത് പോയിൻ്റാണ്, ബിറ്റ്വീൻ ബി ആൻഡ് സി, ബിക്കും സിക്കും ഇടയിലാണ് ക്രോസിംഗ് ഓവർ നടന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. വിൽ ജസ്റ്റ് ഡ്രോ എ ബി, പിന്നെ ദേ ഇങ്ങനെ, അതായത് എ ബി, അതായത് ഒരു സെൻട്രോമിയർ ABCDA ഒരു സെൻട്രോമിയർ. പ്രശ്നമാണല്ലോ. എന്താ പ്രശ്നം നോക്കി. അങ്ങനെ വന്നപ്പോൾ ഈ ഒരു ഇതാണല്ലോ റിസൾട്ടൻറ്റ് പ്രോഡക്റ്റ്. ഇതേ കണ്ടോ, ഇതല്ലേ റിസൾട്ടൻറ്റ് പ്രോഡക്റ്റ്. അവർക്ക് 2 സെൻട്രോമിയർ ഉണ്ട്. ഡൈസെൻട്രിക് ആണ്, 2 സെൻട്രോമിയർ ഉണ്ട്. ഡൈസെൻട്രിക് എന്ന് പറയുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നത്, അങ്ങനെ 2 സെൻട്രോമിയർ ഒരിക്കലും പോസിബിൾ അല്ല. സോ അവിടെ ഒരു ബ്രേക്ക് ഉണ്ടാവും. റാൻഡമായിട്ട് എവിടെയെങ്കിലും ഒരു ബ്രേക്ക് ഉണ്ടായിട്ട് നമുക്കൊരു ചെറിയൊരു ക്രോമസോമും അല്ലെങ്കിൽ ക്രൊമാറ്റിഡും പിന്നെ ഒരു ക്രൊമാറ്റിഡും കിട്ടും. ഈ 2 ക്രൊമാറ്റിഡ്സിന് പ്രശ്നമുണ്ട്. എന്താണ്, ആദ്യത്തെ ക്രൊമാറ്റിന് ABCDA ഉള്ളൂ. അവിടെ കുറേയേറെ ആൾക്കാർ, അത് EFGH ഡിലീറ്റഡ് ആണ്. ഇവിടെയും എന്താണ് A മാത്രം. ദാറ്റ് മീൻസ് ഈ 2 ക്രൊമാറ്റിഡ്സിനും ഡിലീഷൻ, വലിയ രീതിയിൽ ഡിലീഷൻ നടന്നേക്കാണ്. റൈറ്റ്. ഇനി 3 ഫൈൻ ആണ്, ഇറ്റ്സ് ഓക്കെ. ഈ ഒരു പെർട്ടിക്കുലറിൻ്റെ ആളോ, ഈ ഒരു പെർട്ടിക്കുലർ ക്രൊമാറ്റിഡിന് സെൻട്രോമിയറേ ഇല്ല. സെൻട്രോമിയർ ഇല്ല എങ്കിൽ ഇതിൽ അനാഫീസ് നടക്കുമോ, ഇവിടെ സ്പിൻഡിൽ ഫൈബേഴ്സ് വന്ന് അറ്റാച്ച് ചെയ്യുമോ, അറ്റാച്ച് ചെയ്യില്ല. സോ ദിസ് സെഗ്മെൻറ്റ് വിൽ ബി ലോസ്റ്റ്. ഈ സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഫ്രാഗ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് ലോസ്റ്റ് ആവും. അപ്പോൾ നമുക്ക് ഇവിടെയും കാണാൻ പറ്റും, നമുക്കിവിടെ 2 വയബിൾ പ്രോഡക്റ്റ് കിട്ടുമെങ്കിലും ഈ 2 വയബിൾ പ്രോഡക്റ്റ് കിട്ടുമെങ്കിൽ രണ്ടാമത്തെ പ്രോഡക്റ്റിൽ ഇൻവേർഷൻ ആണ് നടന്നിട്ടുള്ളത്. രണ്ടാമത്തെ പ്രോഡക്റ്റിൽ ഇൻവേർഷൻ നടന്ന ഒരു പ്രോഡക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. ഇൻവേർഷൻ നടന്ന പ്രോഡക്റ്റ് ആണെങ്കിലും പോട്ടെ, അതായത് അതൊരു വയബിളായിട്ടാണ്, എല്ലാ ജീൻസും ഉണ്ട്. പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 2 കേസിലും നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഈ 2 പ്രോഡക്റ്റിലും ഭയങ്കരമായ ഡിലീഷന് നടന്നിട്ടുണ്ട്. ഓക്കെ. സോ ഇതാണ് എന്താണ് ഒരു പാരാസെൻട്രിക് അല്ലെങ്കിൽ ഇൻവേർഷൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് സീ സം വീഡിയോസ്. ഇതിൻ്റെ കുറച്ച് എഡ്യൂക്കേഷണലായിട്ട് ഞാൻ 2 വീഡിയോ കണ്ട് നമുക്കതൊന്ന് നോക്കാം. പാരാസെൻട്രിക് ഇൻവേർഷനെ കുറിച്ചും പെരിസെൻട്രിക് ഇൻവേർഷനെ കുറിച്ചും നിങ്ങൾക്ക് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ